ഇന്നേക്ക് 4 ദിവസം മുന്നെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എക്സൈസ് മന്ത്രിയുമായ MP രാജേഷ് മാധ്യമങ്ങളെ കണ്ട് കേരളത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു തട്ടിപ്പിനെക്കുറിച്ച് അക്കമിട്ട് പറഞ്ഞത്. അഴിമതി എന്നതിനപ്പുറം കേരളത്തെ മദ്യാസക്തിയിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയ എന്ന നിലയ്ക്ക് കൂടിയാണ് രാജേഷ് ഈ വിഷയം അവതരിപ്പിച്ചത്. അഴിമതി എന്നത് ചെറിയ സംഗതിയല്ല. പക്ഷേ അഴിമതിയേക്കാൾ കേരളത്തിലെ യുവത്വത്തെ ഒന്നാകെ വിഴുകാൻ പോകുന്ന മദ്യം എന്ന വിപത്തിനെ ചെറുക്കുകയായിരുന്നു ന്യൂസ് ലാബിൻ്റെ ലക്ഷ്യം. രാജേഷിൻ്റെ വാക്കുകളെ, അതും പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ഏറ്റവും വലിയ അഴിമതി ആരോപണത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്തതെന്നും ന്യൂസ് ലാബ് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടർ TVയും 24 ന്യൂസുമാണ് ഈ വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഏറ്റെടുത്തത്. ഇന്നിപ്പോൾ നിയമസഭയിൽ വീര്യം കുറഞ്ഞ മദ്യം സാർവത്രികമാക്കുന്ന നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശൻ പിന്നാക്കം പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം ഇത് കേരളം പൊറുക്കാത്ത നടപടിയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തോന്നിക്കാണും. ആദ്യഘട്ടത്തിൽ വിഷയം ഏറ്റെടുക്കാൻ മടിച്ച ഏഷ്യാനെറ്റ് അടക്കമുള്ള മുൻനിര വാർത്താ ചാനലുകൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സതീശൻ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ U-ടേൺ അടിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് ന്യൂസ് ലാബ്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ ന്യൂസ് അവറിൽ PG സുരേഷ് കുമാർ ചർച്ച ചെയ്ത വിഷയം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും അതിൻ്റെ ഭാഗമായി നടക്കാൻ സാധ്യതയുള്ള അഴിമതിയെക്കുറിച്ചുമായിരുന്നു. VD സതീശൻ മദ്യനയത്തിൽ കുടുങ്ങുമോ എന്ന തലക്കെട്ടിലായിരുന്നു ചർച്ച. ഈ ചർച്ചയുടെ ഗൗരവം ഗസ്റ്റ് പാനലിൽ വ്യക്തമായിരുന്നു. CPM പ്രതിനിധികളില്ലാതെ CPMന് നെഞ്ചത്ത് കയറുന്ന പതിവ് വിനു വി ജോൺ ചർച്ചയായിരുന്നില്ല ഇത്. മുൻ എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ശനിയാഴ്ച താൻ എന്താണോ പൊതുവായി മാധ്യമങ്ങളോട് പറഞ്ഞത് അത് കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയറായി ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കാൻ രാജേഷ് കഴിഞ്ഞു. 2023 ഫെബ്രുവരി 23 ശേഷം ഈ നികുതി ഇളവ് സംബന്ധിച്ച ഫയൽ അനങ്ങുന്നത്, അതായത് 3 വർഷവും 5 മാസവും കഴിഞ്ഞ് LDF അധികാരത്തിൽ നിന്ന് പോയി UDF അധികാരത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ്. അതായത് 3.5 കൊല്ലം അനങ്ങാതെ ഇരുന്ന ഫയൽ 2 മണിക്കൂർ 34 മിനിറ്റ് കൊണ്ട് അനക്കം വയ്ക്കുന്നു. 4 തട്ട് കടന്ന് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെടാതെ ഇത്ര വേഗം ഈ നടപടികൾ നടക്കില്ലെന്നും രാജേഷ് പറയുന്നു. ഇന്നത്തെ കാലത്ത് ഇതിനെല്ലാം തെളിവുണ്ടല്ലോ എന്നാണ് രാജേഷ് അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുന്നത്. ഈ മാസം 14 രാത്രി 10:12 മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് ACS ടാക്സസിന് ഫയൽ തിരിച്ചയക്കുന്നു. പിറ്റേന്ന് രാവിലെ, അതായത് ഈ മാസം 15 രാവിലെ 8:45 ACS ടാക്സസ് അത് ബജറ്റിൽ ഉൾപ്പെടുത്താൻ താഴേക്ക് കൊടുക്കുന്നു. ഇക്കാര്യത്തിൽ മാത്രം എന്തൊരു വേഗമാണെന്നും എന്തൊരു കാര്യക്ഷമതയാണെന്നും രാജേഷ് സതീശനെയും സർക്കാരിനെയും പരിഹസിക്കുന്നു. ന്യായമായും പരിഹസിക്കപ്പെടേണ്ടതും പ്രതിഷേധം ഉയരേണ്ടതുമായ സംഗതി തന്നെയാണ് മേനോൻ്റെ മേൽനോട്ടത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുന്നയിക്കാൻ കഴിയുമോ? എന്തായാലും MP രാജേഷ് തുടങ്ങി വെച്ച പോരാട്ടം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രതിരോധത്തിലാകുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഭരണപക്ഷത്തു നിന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്ന സമയത്തൊക്കെയും സമയോചിതമായി ഇടപെട്ട് വസ്തുതകളിലേക്ക് നിയമസഭയെ എത്തിക്കാനും പിണറായിക്ക് ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. അതായത് നിയമസഭാ രേഖകളിൽ ഉണ്ടാകരുതെന്ന് സതീശൻ ശഠിച്ച കാര്യങ്ങൾ. പുതിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബില്ലുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത്
251% നിലവിലുള്ള നികുതി. അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആരോപണങ്ങളുടെ കുന്തമുന തനിക്കു നേരെയെന്ന് തിരിച്ചറിഞ്ഞ സതീശനും വസ്തുതകളെ വളച്ചൊടിക്കാൻ നടത്തിയ ശ്രമങ്ങളെ പിണറായിയും തടുക്കാൻ ശ്രമിച്ചത് പലപ്പോഴും വാക്പോരിലേക്ക് നയിച്ചു. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം സതീശൻ പ്രത്യേകമായി തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച വിഷയത്തിലേക്ക് കടന്നു. ബക്കാഡി കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു സതീശൻ്റെ മറുപടി. എത്ര കിട്ടിയെന്ന ചോദ്യത്തിന് താൻ മറുപടി പറയാമെന്നും സതീശൻ പറഞ്ഞു. MV ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തെ കണക്കുകളും മറ്റും നിരത്തിയാണ് മറുപടി. പക്ഷേ ബക്കാഡിക്ക് അനുമതി കൊടുത്തില്ലെന്ന് സതീശൻ തന്നെ പറയുകയും ചെയ്തു. ബക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്? എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം. എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്. ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ. അല്ലല്ല രണ്ടാമത്തെ ബക്കാഡി രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. യുവതലമുറ ഇല്ലാതാവും. സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25 LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ഇനി 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 കേട്ടോ. രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. അമെന്റ്മെന്റ് നടത്തി. ഇനി ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇനിയുണ്ട്, രസകരമായ കാര്യങ്ങളുണ്ട്. അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാഡി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 1
116% വൈനിൻ്റേത് 86%. ഇതിൻ്റെ ഇടയിൽ ഒരു ടാക്സ്, അതിൻ്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് നടപ്പാക്കുന്നതിൽ നിന്ന് ഇനി എങ്ങനെയാണ് പിന്നാക്കം പോകാൻ കഴിയുക? അത് VD സതീശൻ പറഞ്ഞു തരും. ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ ഇവിടെ, അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും, ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല അല്ലേ? ഞാൻ ഈ ലിജു എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട് നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എൻ്റെ അനുജനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പാവം പറയാം 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നില്ല. ഇതാണ് സ്ഥിതി അല്ലേ? വെറുതെ പറയുന്നതല്ല, അത്ര ലളിതമായി പറഞ്ഞു തന്നതാണ്. ഈ മറുപടി എല്ലാവർക്കും ഉള്ളതാണ്. സത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ളതല്ല. ക്രൈസ്തവ സഭാ നേതൃത്വത്തോട്, മുസ്ലിം സമുദായ നേതൃത്വത്തോട്, ആത്യന്തികമായി മുസ്ലിം ലീഗിനോട്, പിന്നെ കൂടെയുള്ള എന്നാൽ കൂടെ നിൽക്കാത്ത മന്ത്രിമാരോട് ഉള്ള മറുപടിയാണ്. ഇത് പിന്നാക്കം പോകലെന്നോ പൂഴിക്കടകനെന്നോ കർണം മറിച്ചിലെന്നോ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. പക്ഷേ കത്തിക്കയറുന്നതിനിടയ്ക്ക് സതീശന് വലിയൊരു അബദ്ധം ഇണഞ്ഞു. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ ചൂണ്ടി ജോണി വാക്കറിൽ നിന്നും ഷീബ ശ്രീകളിൽ നിന്നും എത്ര വാങ്ങിയെന്ന മാസ് ചോദ്യം ഏതെങ്കിലും പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ പ്രയോഗിച്ചാൽ കൈയടിക്കാൻ ആളുണ്ടാകും. പക്ഷേ ഇത് നിയമസഭയാണ്. അക്കാര്യം സതീശൻ ഓർത്തില്ല. കേട്ട മാത്രയിൽ തന്നെ ന്യൂസ് ലാബിന് മനസ്സിലായി ഇത് മിനിറ്റ് വെച്ച് പൊളിയുമെന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ് എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. അതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 60% വരെ, 40% മുതൽ 60% ഹൈ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയാ? 78%. എന്നിട്ട് 2022-23 ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%? സതീശൻ പറഞ്ഞതിൽ നെല്ലെത്ര പതിരെത്ര എന്ന് കണക്കുകൾ നിരത്തിയും തനിക്ക് എത്ര കിട്ടിയെന്ന ചോദ്യത്തിനുള്ള മറുപടിയുമായും CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കും രംഗത്തെത്തി. കേട്ടിരിക്കേണ്ട മറുപടി. അല്ലെങ്കിൽ ഇന്ന് സതീശൻ അടിച്ച മാസ് ഡയലോഗ് BGM ഇട്ട് നമുക്ക് മുന്നിലൂടെ പറക്കും. ഒരു പിടികിട്ടാവള്ളിയായിട്ട് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ എനിക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചിരിക്കുക.
2018-19 ബഡ്ജറ്റിൽ വിദേശ മദ്യത്തിനുള്ള നികുതി കുറച്ചു. അത് വലിയ അഴിമതിയാണ്, ക്രമക്കേടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2018-19 എന്താ ചെയ്തത്? യഥാർത്ഥത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യം, അതാണ് ഫോറിൻ മെയ്ഡ് ഇന്ത്യൻ ഫോറിൻ ലിക്കർ, അത് കേരളത്തിൽ അതുവരെ നേരിട്ട് ഇറക്കുമതി ചെയ്ത് സ്റ്റാർ ഹോട്ടലും മറ്റും വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബഡ്ജറ്റിലൂടെ അത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യം വിൽക്കാനുള്ള കുത്തക അവകാശം നമ്മുടെ ബിവറേജ് കോർപ്പറേഷന് കൊടുത്തു. ബിവറേജ് കോർപ്പറേഷൻ വഴി മാത്രമേ വിദേശ നിർമ്മിത വിദേശ മദ്യവും വിൽക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്തപ്പോ 150% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. അതിൻ്റെ കൂടെ ഇവിടെ 210% വിൽപ്പന നികുതിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് വലിയ വിലയാവും. അത് വിൽക്കുന്ന അസാധ്യമായി തീരും, നിരോധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അത് 210% നിന്ന് 78% കുറച്ചു. അപ്പോഴും ഇവിടുത്തെ വിൽപ്പന നികുതിയേക്കാൾ കൂടുതലാണ്. തീർന്നില്ല. ഇനി ആരെങ്കിലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വില വളരെ താഴ്ത്തി കാണിച്ച് അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വിദേശ മദ്യത്തെക്കാൾ വില കുറച്ചു വല്ലത് വിൽക്കാൻ സാധ്യതയുണ്ടോ? അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് 9 ലിറ്ററിന്റെ കേസിന് 6000 രൂപ മിനിമം വില നിശ്ചയിച്ചു, അടിസ്ഥാന വില. അത് നിങ്ങൾ എന്ത് ബില്ലിൽ കാണിച്ചാലും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിൽപ്പന നികുതി ഏർപ്പെടുത്താം. തീർന്നില്ല, ഒന്നുകൂടി ചെയ്തു. പ്രൂഫ് ലിറ്ററിന്, എൻ്റെ ആൽക്കഹോളിക് കണ്ടന്റിന് പ്രൂഫ് ലിറ്ററിന് 87 രൂപ 70 പൈസ കൂടി അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തി. ഇതിന്റെ ഫലമായിട്ടേ ഖജനാവിലേക്ക് 80 കോടി രൂപ അധികം കിട്ടും. ഇതാണ് ചെയ്തത്. ഇനിയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഊഴം. സതീശൻ പറഞ്ഞതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങി MP രാജേഷ് ഉന്നയിച്ച ഏറെ ഗൗരവമുള്ള വിഷയത്തെ തമസ്കരിച്ചതിന് സമാനമായി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ അതിനെ ഇന്ന് LDFന് മേൽ പഴിചാരി താനെടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് ഇനിയുള്ള ആകാംക്ഷ നിറഞ്ഞ ചോദ്യം. ആവർത്തിച്ചു പറയുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന പതിവ് പല്ലവിയല്ല, മറിച്ച് കേരളീയ യുവത്വത്തെ ആദ്യം അരക്കുടിയന്മാരും പിന്നെ മുഴുക്കുടിയന്മാരുമാക്കുന്ന മദ്യനയത്തിൽ വെള്ളം ചേർക്കൽ പരിപാടി UDF അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. മദ്യരഹിതമാകണം എന്ന വാശിയല്ല, പക്ഷേ കൂടുതൽ കുടിയന്മാർ ഉണ്ടാകണമെന്ന് സർക്കാർ വാശി പിടിക്കരുത്. അത് കേരളത്തെ തന്നെ ഇല്ലാതാക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ന്യൂസ് ലാബിന് വിരാമം കുറിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.